ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മനസ്സമയത്ത് നമ്മുടെ അപേക്ഷിക്കുന്നു. നമ്മളിപ്പോൾ കുടുംബക്കാരുടെ വാക്ക് കേട്ട് വേളാങ്കണ്ണിക്ക് തീർത്ഥാടനം മാതാവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. മുട്ടയടിച്ച് തിരിച്ചു തരും. അതൊക്കെ അത്രേ ഉള്ളൂ. മാതാവിന് തിരുസന്നിധിയിൽ പോകുമ്പോൾ ഇപ്പോൾ എല്ലാ തവണ പോകുമ്പോഴും ഞാനും സോണിയച്ചനും മൊബൈലും കൂടി കള്ളവണ്ടി കയറി ഒരു കൊല്ലം ഒഴിച്ച് ബാക്കി എല്ലാ കൊല്ലവും ഞാൻ മുട്ടയടിച്ചിട്ടുണ്ട്. അന്ന് ആ കൊല്ലം അടിക്കാൻ പറ്റില്ല, കാരണം കള്ളവണ്ടിയൊക്കെ കയറി ചെന്നതിന് താമസിച്ചു പോയി, കടയിൽ കിടച്ചു പോയി. അല്ലെങ്കിൽ അന്നും അടിച്ചാൽ അപ്പോൾ ലേറ്റായി, അതുകൊണ്ട് മാത്രം അന്ന് ഇല്ല. അല്ലാത്ത എല്ലാ തവണ മുട്ടയടിച്ചിരുന്നത്. അപ്പോൾ ഈ തവണ ചെയ്യണം തന്നെയാണ് ദൈവത്തിന്റെ വലിയ കൃപയാണല്ലോ ഈ ഇതൊക്കെ. ഇങ്ങനെ വരുന്ന വഴിക്ക് കുറെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായി. 2 ദിവസം ടിക്കറ്റിലാന്ന് പറയുന്നു, ഇങ്ങനെ ഒളിച്ചിടും പാത്തും ഫലൂട കഴിക്കുന്ന പലരും എന്നെ ചെന്നൈയിൽ പലരും എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ പലരുടെ കൂടെ പോയിരിക്കുമ്പോൾ മധുരം ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ ഇവൻ ചാർജൊക്കെ ഉണ്ട്. മധുരം ഒഴിവാക്കേണ്ട പല സാഹചര്യങ്ങളിൽ ഇവൻ മധുരം ഒഴിവാക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. മധുരം പല സാഹചര്യങ്ങളിലും ഒഴിവാക്കുന്നില്ല. മധുരം നല്ലതല്ലേ? മധുരം നല്ലതല്ല, കുറച്ച് കൂടുതലാണ് ഇവന്. കൂടെ ആരൊക്കെ ഉള്ളതെന്ന് പരിചയപ്പെടുന്നു. വലതെന്ന് ഫസ്റ്റ് കുഞ്ഞനന്ദൻ, കണ്ടില്ലേ വിനോദത്തിന്റെ കുട്ടിപ്പട്ടാളം. മധുരം കഴിക്കുന്നതാണ് ഫണ്ടിങ്. NDTV ഫണ്ടിങ് ഇഷ്യൂ ഫണ്ടിങ് ഇഷ്യൂ തീരുമാനാക്കുന്നത് കോടികളുടെ ബിസിനസ്. അച്ഛൻ തിരിച്ചു കാണിച്ചത് പുറകോട്ട് തിരിച്ചിട്ട് ഇതാണോ 4.5 കോടി രൂപയുടെ ചിരി? അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കോടാരി കോടി ബിസിനസ് സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്റ്റ് ആയിട്ടുള്ള മൈലാപ്പൂർ പ്രൊജക്ടിന്റെ ഹെഡാണ് അച്ഛൻ. അച്ഛൻ ആ തിരക്കിലാണ്. അച്ഛൻ ഇന്ന് സ്ഥലം കൈമാറ്റം നടത്തിയിട്ട് ബിസിനസ് എടുക്കുമ്പോ കമ്മീഷൻ കൈയോടെ വാങ്ങിയ ഡയലോഗ് ഇല്ലേ, അതേപോലെ തിരക്കുള്ള ആളാണ്. പക്ഷെ നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് വിനോദച്ചൻ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? റിൻഡോച്ചൻ അറിയായിരിക്കും, വീഡിയോ കാണുന്ന സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും. റിൻഡോച്ചൻ ഇപ്പൊ ഇരിഞ്ഞാലക്കുട രൂപ, അതായത് ഇരിഞ്ഞാലക്കുട രൂപ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ തൃശ്ശൂർ ജില്ല മൊത്തം കവറാകും. ഏറെക്കുറെ തൃശ്ശൂർ ജില്ല കവറാകും എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. കേരളത്തിൽ 14 ജില്ല എന്ന് പറയുമ്പോൾ കേരളം എന്ന് പറയുമ്പോൾ 24 സംസ്ഥാനങ്ങളെ അത്രയും രീതിയിൽ വേണ്ട അല്ലേ? അപ്പൊ ഇരിഞ്ഞാലക്കുട രൂപതയുടെ പാലിയേറ്റീവ് കെയറിന്റെ എന്താ പോസ്റ്റ് എന്തോ ആണ്, വലിയ ആളാണ്, വലിയ എന്തോ ആണ്. അതാണ്. പിന്നെ സൂസമ്മന്റെ എല്ലാവർക്കും അറിയാം. അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറിനും മേളിൽ ഡയറക്ടറിനും കീഴെ ഡയറക്ടർ. ആ പോസ്റ്റിലുള്ള ആളാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് സൂസമ്മാൻഡിയാണ് നമുക്ക് ഇന്നത്തെ ട്രിപ്പിന്റെ ഓർഗനൈസേഷൻ. ഇതാണ് ഇതേ പോണ്ടിച്ചേരി കവാടം. പോണ്ടിച്ചേരി നമ്മളിപ്പോൾ ചായ കുടിക്കാനോട് ഇടത്തെയാണ്. അപ്പോൾ ഞാൻ സ്ഥലത്തിൻ്റെ പേര് കളിച്ചത്. ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്താലും മലയാളത്തിൽ ഭയങ്കര പ്രശ്നമാണ്. അടിപൊളി സാധനം സീന്. അത് പറഞ്ഞല്ലോ, ആ പാട്ട് ഷൂട്ട് ചെയ്തിരുന്ന ഇവിടെയാണല്ലോ അല്ലേ? അങ്ങനെ പറയണം. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സ്നാപ്പ് ഓണാക്കി. അത് ഞാൻ ജീവിച്ചിരിക്കുന്നു 4 പേരെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. 4 പേരെ അറിഞ്ഞാൽ വേണ്ടിയാണ് അനിയത്തിയൊക്കെ. ഒരിക്കലും ഞാനിങ്ങനെ പോവാ എങ്ങോട്ടാ നമ്മുടെ ദുഃഖവല്ലേ എന്താ വെച്ചാ 2 ദിവസം ഗുഡ് മോർണിംഗ് കണ്ടില്ല, ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. അതേപോലെ മറ്റേ നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച ഞാനും കുടുംബക്കാരെല്ലാം കൂടി എഴുകുമ്പയിൽ അറിയോ, നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തില് മഹേഷും പുള്ളിക്കാരിയൊക്കെ കയറാൻ പോകുന്ന മല കയറാൻ പോയി. അപ്പം മല കയറാൻ പോയി തിരിച്ചു വന്നു. നല്ല ടയേർഡാണ്, ഓൾറെഡി നല്ല വെയിലൊക്കെയുള്ള ദിവസമാണ്. അപ്പോൾ ടയേർഡായിട്ട് പോയിട്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരും കസിനൊക്കെ പറഞ്ഞു, എടാ മലയാറ്റൂര് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പം വീട്ടിൽ നിന്ന് താറൊക്കെ എടുത്ത് ഞാനും മലയാറ്റൂര് പോവാം. അപ്പം അമ്മയ്ക്കും പപ്പയ്ക്കും എല്ലാവർക്കും, അപ്പച്ചൻ എല്ലാവർക്കും ഭയങ്കര പേടി. ഫുഡ് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അവിടെ കഴിച്ചാലോ? അപ്പോ ഞാൻ ഉറങ്ങാതെ വണ്ടി ഓടിക്കുന്ന പേടി ഇവർക്ക്. എന്നാലും ഞാൻ നിർബന്ധം പിടിച്ച്, ഇത്ര വയസ്സായില്ല, ഒന്നിന് കുറെ പ്രായമായി, ഇനി ഇവരെങ്ങനെ വീട്ടിൽ പിടിച്ചെടുത്ത് വിചാരിച്ച് വണ്ടിയൊക്കെ തന്നു വിട്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോ ചേച്ചി സ്നാപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തേക്കുക, ഞാൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം. അങ്ങനെ പറയണം.
വീട്ടിൽ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്നാപ്പ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് സ്നാപ്പിൽ മാത്രമാണ്. സ്നാപ്പിലും അങ്ങനെ ആരുമായിട്ട് ചാറ്റൊന്നും ചെയ്യാറില്ല. ആരും സെൻഡ് സ്നാപ്പ് അത്രയും മെസ്സേജ് 4 പേര് അങ്ങനെ അതൊക്കെ അത്രേ ഉള്ളൂ. അവനറിയാം അതിനെ പറ്റിയൊക്കെ, അവനറിയണം. ഏറ്റവും വൈബ് സ്ഥലമായിട്ട് യങ്സ്റ്റേഴ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ചെന്നൈയിലുള്ളവർക്ക് ചോദിച്ചാൽ പോണ്ടിച്ചേരി. അങ്ങനെയാണ് അതാണ് ഇവിടെ ചെന്നൈയിലുള്ളവർ. എന്റെ ആവശ്യം ഞങ്ങൾ ബാച്ചിലേഴ്സ്. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ ആവശ്യമാണെങ്കിൽ പോണ്ടിച്ചേരി 5-6 തവണ വന്നിട്ടുണ്ട്. അത് മൊത്തം കുടിക്കുന്ന ടീംസിലൂടെ കുടിച്ചിട്ട് പോകും. ഇപ്പൊ അതും നിർത്തി. ഷുഗറാന്ന് പറഞ്ഞു, ഷുഗർ കട്ടിങ് ഓറഞ്ചിന് വില കുറവായിരുന്നു. അതുപോട്ടെ. അതേപോലെ പിന്നെ കൂടെ യൂത്തിന്റെ കൂടെ ഞാൻ 3-4 തവണ ടൂർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആനുവൽ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഈ അടുത്ത വരുന്ന യൂത്ത് പ്രസിഡന്റ് ആരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പൊ ആള് പറഞ്ഞേക്കുന്നത് അതിന്റെ എക്സ്ട്രീം, അതായത് പോണ്ടിച്ചേരിയുടെ എക്സ്ട്രീം ലെവൽ എക്സ്പ്ലോറേഷൻ ആയിരിക്കും ഈ തവണ നടത്താൻ പോകുന്നത്. കാരണം ലോക്കൽ ലെവലിലുള്ള ടൂറിസത്തിലേക്കായിരിക്കും ഈ തവണ യൂത്തിന്റെ ടൂർ എന്നാണ് പുള്ളിക്കാരൻ. സോ എക്സൈറ്റഡ് ആണ്. തീർച്ചയായിട്ടും ഫോർ ദാറ്റ് മൂവ്മെന്റ്, ആ ഒരു പരിപാടി, ആ ഒരു എന്താ പറയാ, ആ ഒരു യൂത്ത് ഇതുവരെ നടത്താത്ത. ഞാൻ കുറെ പോണ്ടിച്ചേരി കവർ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ കവർ ചെയ്തു വെച്ചേക്കുവാണ്, കൂട്ടി വെച്ചേക്കുവാണ്. ഇതിന് മേളിൽ അതാണ് കണ്ടുപിടിക്കുക. കഴിഞ്ഞ കൊല്ലത്തൊക്കെ എന്ന് പറഞ്ഞു ബ്യൂട്ടിഫുൾ. നിങ്ങൾ മൈലാപ്പൂർ SM എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഭയങ്കര ഫേമസ് ചാനലാണ്, ഭയങ്കര ഫോളോവേഴ്സ് ഉള്ള. ആ ചാനലിലൊരു 1 മില്യൺ വ്യൂസ് അടിച്ചേക്കുന്ന ഒരു റീലുണ്ട്. ആ റീല് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വൈബായിരുന്നു. അതിന് ഭയങ്കര വൈബായിരുന്നു. അത് ഇപ്പോൾ എനിക്കൊന്നു ഒരു കൊല്ലം ആകാൻ പോകുമ്പോൾ ഇപ്പോൾ ആ വൈബ് നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്രയും ചില വൈബുകളാണെന്നാണ് എനിക്ക് ഈ നിമിഷം പറയാനുള്ളത്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇങ്ങനെ ചെറുതടിച്ചിട്ട് പോയല്ലോ വൈബിന്റെ ഭാഗം. അതേതാ ഇപ്പൊ അടുത്ത ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചു, ഉച്ച ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് വണ്ടി. ഇവര് ഭയങ്കര പ്ലാനിങ്ങിലാണ്. ഭയങ്കര പെട്ടെന്ന് സമയം. കാരണം ഡ്രൈവിംഗ് ആ സമയം നമ്മൾ കുറെ കുശുമ്പും കുഞ്ഞായ്മയും കുറെ പേരെ കുറ്റമൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സമയം പോയത് അറിയില്ല. അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരിയിൽ എൻ്റെ നാട്ടിലെത്തി. പോണ്ടിച്ചേരി വന്ന് കേരള ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു, ചെന്നൈയിൽ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയല്ല, കേരള ഫുഡ് നല്ല ഫുഡ് ഉണ്ട്, അവിടെ ഉണ്ട്. എൻ്റെ നാട്ടിൽ പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ അതൊരു എൻ്റെ നാട് വേറെ വൈബാണ്. എന്താ സ്പെഷ്യലുള്ള വീഡിയോയിലാണോ? ആംബിയൻസ് എങ്ങനെയുണ്ട്? ലവേഴ്സ് പുറത്തിരിപ്പുണ്ട്. എൻ്റെ നാട്ടിൽ അതേ ആംബിയൻസ് ആണ്. ഇന്നത്തെ ഹോട്ടൽ അവിടെ ഉണ്ട് സാർ പിള്ളേരെ. പക്ഷെ ഇങ്ങനത്തെ ഹോട്ടലിൽ കുറച്ച് ചാർജ് കുറവായിരിക്കും. നാട്ടിലാകുമ്പോൾ ഇങ്ങനത്തെ ഹോട്ടലിൽ കുറച്ച് ചാർജ് കുറവായിരിക്കും. ഇവിടെ ആകുമ്പോൾ അത് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പൈസ കൂട്ടും. നാട്ടിലാകുമ്പോൾ പഴയതല്ലേ. അതെ, നമ്മളിപ്പോൾ കഴിച്ചിരിക്കുന്ന പോണ്ടിയിലെ എൻ്റെ നാട് ഹോട്ടലിൽ നിന്നാണ്. നല്ല ഫുഡാണ്. അത്ര അടിപൊളിയൊന്നും പറയാനില്ല, പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ് നല്ലതാണ്. മാത്രം ഉപ്പ് കുറച്ച് കുറവാട്ടോ മൊത്തത്തിൽ. അത് ഞാൻ പറയുന്നത് പക്ഷേ മസ്റ്റ് ട്രൈ ആണ്. കാരണം റൈസ് ഉണ്ട്, ചാർജ് കുറവാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. നമുക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നമുക്ക് അഫോർഡബിൾ പ്രൈസ് എന്ന് പറയാൻ പറ്റും. അയ്യോ ഒരു നമുക്ക്, കാരണം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പോണ്ടിച്ചേരി. അപ്പോൾ പോണ്ടിച്ചേരിയിൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ള സാധനം കൂടിയാണ്. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതാണ് പറയാനുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അപ്പോൾ ട്രൈ ചെയ്യുക. എൻ്റെ നാട് ലൊക്കേഷൻ ഞങ്ങൾ പിന്നിൽ കൊടുത്തിട്ടുണ്ട്. ഈ പള്ളിയുടെ പേരാണ് എന്ത് പള്ളിയാ? ക്രിസ്ത്യൻ പള്ളി. ഡച്ച് പള്ളി. അതായത് ഇതിന് തൊട്ടടുത്താണ് ഫ്രഞ്ച് കോളനി. ഇത് ഫ്രഞ്ച് കോളനിയുടെ പാർട്ട് ഓഫ് എന്ന് പറയാം. നമ്മൾ ഗൈഡായിട്ട് പോവാം, കുറെ തവണയല്ലേ വരുന്നത്. തൊട്ടപ്പുറത്തേക്കായിട്ടാണ് ഫ്രഞ്ച് കോളനി. ഫ്രഞ്ച് കോളനി ഭയങ്കര രസമാണ്, ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റും.
ഇതിന്റെ പുറകിൽ റെസ്റ്റ് റൂം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ യൂത്തിന് ടൂറിന് വന്നപ്പം അവന് അങ്ങനത്തെ സ്ഥലമാണ് അങ്ങനെയല്ല അത്യാവശ്യം വരുന്നത്. കാണുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫ്രഞ്ച് കോളനി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഈവനിങ് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. ഒരു 4 മണി തൊട്ട് ഈ വെയിൽ ആറി കഴിയുമ്പോൾ തൊട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു എല്ലാ ടൂണില് ഫ്രഞ്ച് കോളനി ഫോട്ടോഷൂട്ടാണ്. ഒത്തിരി ആൾക്കാർ പല പല സ്ഥലത്തുനിന്ന് നല്ല കളക്ഷനുണ്ട്. കുറച്ച് കാണിച്ചു തരാണെങ്കിൽ ഇത് കണ്ടോ. ഞങ്ങൾ ഇവിടെ തന്നെയാന്ന് പറയാം. ഗസി നാട്ടിലത്തെ പെട്രോളിന് ഇവിടുത്തെ പെട്രോളിന് എത്ര രൂപ വ്യത്യാസമുണ്ടോ കാണിച്ചു തരാം. ഒന്നും രണ്ടും അല്ല. ശരി, സൂം ചെയ്യാൻ പറ്റുന്നില്ലോ. 86 രൂപ പെട്രോളിന്, 82 രൂപ ഡീസലിന്. അല്ല സോറി, 82 രൂപ ഡെൻസിറ്റി കേട്ടോ, സോറി. 75 രൂപ 96 രൂപ പെട്രോളിന്. എന്തിങ്ങനെ 96 രൂപ പെട്രോളിന്, 86 രൂപ ഡീസലിന്. ഇപ്പം ശരിയായില്ലേ? 400 ഞങ്ങളിപ്പോ ഒരു അരമണിക്കൂർ പ്രസംഗം പറഞ്ഞിട്ടാണ് ശ്രദ്ധിക്കുന്നത്. റെക്കോർഡ് ചെയ്യാൻ അത് എഴുതി കൊടുത്തിട്ടുണ്ട്. തമിഴ്നാടിന്റെ ഡ്രൈവിംഗ് കൾച്ചറിനെ പറ്റിയായിരുന്നു നമ്മുടെ അറിഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിങ്ങനെ ഇവിടെ നമ്മുടെ പുലിവാൽ കല്യാണം പടത്തിനകത്ത് ധർമ്മജം പറയില്ലേ, ബോംബെയിലൂടെ ചീർപ്പാഞ്ഞു നടക്കുന്ന വെടിയുണ്ടൽക്കിടയിലൂടെ ടാക്സി ഓടിച്ചിരുന്നത്. അതേപോലെയാണ് തമിഴ്നാട്ടിൽ സത്യം. നമ്മളിപ്പം ലോക്കൽ, അതായത് ലോക്കൽ ഏരിയ ഇപ്പോൾ സിറ്റി എന്തുമായാലും പെട്ടെന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ മൈൻഡ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം വണ്ടി ഓടിക്കാൻ. നാട്ടിലെ പോലെ ഇതെന്റെ വഴിയാണ്. അച്ഛനെന്താ പറയാനുണ്ട്? അച്ഛൻ പറയാച്ച നാട്ടിൽ ഡ്രൈവിംഗ് ഓടിക്കണമെങ്കിൽ ഡ്രൈവിംഗ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സമയത്ത് പല കാര്യങ്ങളും 4 മൂലയിലും കണ്ടുണ്ടായിരിക്കണം. സിഗ്നൽ ശ്രദ്ധിക്കണം, മൊത്തം കാണുന്നവരെ ശ്രദ്ധിക്കണം. ഗ്രീൻ സിഗ്നലിൽ പോലും നമ്മൾ ഒരിക്കലും ഇത് ഗ്രീൻ സിഗ്നൽ എന്ത് സിഗ്നലാണ് എന്നൊരു ചിന്തയിലല്ല. ഇത് ഗ്രീൻ സിഗ്നലാണ്. വേറെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ ഇപ്പൊ ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ട്, ആദ്യം കൂടെ അപ്പുറത്തേക്ക് കിടക്കാം, അങ്ങനെ ചിന്തിക്കുന്നു. ഇതൊന്നും ഇവിടെ ഫൈൻ ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ സിഗ്നൽ വയലേഷൻ ഒന്നും ഫൈനില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അർജന്റുകാർ പെട്ടെന്ന് വരും, നമ്മൾ പെട്ടെന്ന് വെട്ടിക്കും. എന്നിട്ട് നമ്മൾ നാട്ടിലെ പോലെ തെറി പറയാനൊന്നും നിൽക്കത്തൊന്നുമില്ല. പോകണം പോവുക, അത്രയും. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. വെട്ടിച്ചു പോയി. തട്ടിയ പിന്നെ തട്ടുന്നതിനെ പറ്റി ഒരു 10-15 മിനിറ്റ് സംസാരം. അതിനകത്ത് തട്ടിയില്ലെങ്കിൽ നിന്റെ എന്റെ ഭാഗ്യം, വീട്ടിൽ പോവുക. നാളെ നമ്മള് നല്ല അടിപൊളി മന്തി കഴിക്കാൻ വരുന്നത്. സുമാൻഡിയുടെ ഒരു കസ്റ്റമർ അല്ലേ? സുമാൻഡിയുടെ കസ്റ്റമർ പരിചയപ്പെടുത്തിയതാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം ഞങ്ങൾ വന്നപ്പോൾ ഞാനും ജോസഫായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി മന്തിയായിരുന്നു. അപ്പൊ ഈ നാളെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്കിപ്പ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഒരു റീൽ കണ്ടപ്പോൾ ആലോചിച്ചോളൂ. മയണൈസ് ഇങ്ങനെ എടുത്തിട്ട് ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് മയണൈസ് ഞാൻ ഇതുകൊണ്ട് റീൽ ഇപ്പൊ കാണാൻ ഭയങ്കര ശല്യം. ഈ തവിയുടെ സൈഡ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഇല്ല, തീർച്ചയായിട്ടും നമ്മുടെ അവരെ കൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ കാരക്കൽ എക്സ്പ്ലോറിംഗ് കാരക്കൽ. നിങ്ങൾ എത്ര പേര് വീഡിയോ കാണുന്ന എത്ര പേര് കാരക്കൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരക്കെന്നറിയോ? കാരക്കൽ എന്നറിയാം. ഈന്തപ്പഴം ആണോ? ഞാൻ ഇടുക്കി ആയതുകൊണ്ട് ആ കാരക്കെന്താ ഇടുക്കിയില് കാരക്കെന്താ ഇതാണോ? എനിക്കറിയില്ല. ഞാൻ പേര് കാരക്ക, അതാണോ? കാരക്ക എന്ന് പറഞ്ഞാ ഈന്തപ്പഴാണോ? ഈ വേറെ കായൊന്നുമല്ല, ഈന്തപ്പഴം നല്ല മധുരമുള്ള സാധനമുണ്ടോ? കാരക്കാന്ന് പേരിട്ട് ഈന്തപ്പഴം അല്ലേ? ഈന്തപ്പഴം എന്ന് പറഞ്ഞ ഒരു പഞ്ചുണ്ട്, ഒരു അറേബ്യൻ പഞ്ച്. അങ്ങനെ എത്താറായി ഗൈസ്. കുറെ 10-15 മിനിറ്റേ ഉള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്.
സൺസെറ്റ് സൺസെറ്റ് അടിപൊളി. ഒരു ഇതാണ് റിസോർട്ടിൻ്റെ ആണ്. കുറച്ചും എല്ലാ കൊല്ലവും 6ാമത്തെ തവണ 7ാം തവണ കണ്ട് വന്നെന്ന് തോന്നുന്നു. എല്ലാ തവണ വരുമ്പോൾ ഈ ഒരു സ്ഥലത്തെ വഴി എപ്പോഴും ഇങ്ങനെയാണ് കിടക്കുന്നത്. നന്നായിട്ട് ഇതുവരെ കിടക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ഇവര് നന്നാക്കാത്താണോന്ന് അറിയത്തില്ല, തിരക്ക് കുറയ്ക്കാൻ വേണ്ടി. 14 കിലോമീറ്റർ ഉണ്ട് ഈ വേളാങ്കണ്ണി. രഞ്ജു ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം. റിൻറ്റു അച്ഛനും ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞേ. ഈ വർഷം ഫസ്റ്റ് ടൈം. പല തവണയും പോണ്ടിച്ചേരി വരെ വരാൻ വന്നെങ്കിലും ഇങ്ങോട്ടൊക്കെ എത്താൻ പറ്റില്ല എന്നാണ് നമ്മുടെ ബിനോച്ചൻ പറയുന്നത്. ബിനോച്ചൻ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ശരിക്കും പോണ്ടിച്ചേരി വരെ വന്നാൽ മതി. അതിന്റെ ആവശ്യമുള്ളൂ അല്ലേ? ഇതൊക്കെ നല്ല അടിപൊളി ക്രിക്കറ്റ് സ്ഥലം. കിട്ടില്ല വൈബ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ക്രിക്കറ്റ് കളിയൊക്കെ എവിടെ കണ്ടാലും ആ ഒരു ചെറുപ്പം തിരിച്ചു വരികയാണ്. നല്ല ചുരുണ്ട മുടിയായിരുന്നു എനിക്ക്. ഈ ചുരുണ്ട മുടിയായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഭയങ്കര കേളികേറ. ഈ സമയത്ത് എന്നും കേളികേറുള്ളവർക്ക് ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇങ്ങനെ വളർത്താൻ. എല്ലാവരും എന്നോട് ഉള്ളപ്പോൾ എല്ലാവരും പറയും ജോസ് മുടി വളർത്തുക. ഇപ്പം തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ജോസ് ரொம்ப പെരുസാ വളർത്തുക. അപ്പോൾ കേളികേറുമ്പോൾ നല്ലതായിരിക്കും. അപ്പം പുള്ളി തന്നെ പറഞ്ഞായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ ഞാൻ ഒരു ദിവസം വിഷമിച്ചിട്ട് എന്നിട്ട് എന്താ കാര്യം വെച്ചിട്ട് ഇങ്ങനെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വന്ന് ആ പാവം മനുഷ്യൻ അങ്ങനെ ഞാൻ വിനയാകുലനായി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇത് സംസാരിച്ചപ്പോൾ അങ്ങനെ സംസാരിച്ചിങ്ങനെ മുടി അങ്ങനെ വളർത്തി ഇങ്ങനെ അലമ്പാണ്, കച്ചറയാണ്, സ്കൂത്തറ, തന്തയൊക്കെ മോശം, അഴുക്ക ചെറുക്കെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അളിയനൊക്കെ ഞാൻ വേളാങ്കണ്ണി വന്നു. ഇവരെ കൊണ്ടുപോയി മുട്ടയടിച്ചിട്ട് വരാം. മുടിയും വേണ്ടെന്ന് മുട്ടടി അങ്ങനെ പോയി മുട്ടയടിച്ച് ഞാൻ ഓർക്കുന്നു. പിന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം ഞങ്ങൾ ജോസഫേട്ടൻ്റെ കൂടെ അല്ലേ? ജോസഫേട്ട ഓർക്കുന്നുണ്ടോ? എവിടെ അന്ന് ലാസ്റ്റ് ടൈം വേളാങ്കണ്ണി പോയത് ഓർക്കുന്നു? അച്ഛനെ ഓർക്കുന്നു അതിനെപ്പറ്റി? എല്ലാവർക്കും അപ്പൊ അന്ന് ഇതില് രഞ്ജു അന്ന് കൊല്ലി ഹിൽസ് ടോട്ടൽ ത്രോട്ട്സിന്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് അത്. അപ്പൊ കൊല്ലി ഹിൽസ് പോയേക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് അന്നാണ്. അന്ന് അവൻ കൊല്ലി ഹിൽസ് കാണാൻ പോയായിരുന്നു. അതിന്റെ വീഡിയോസ് ഉണ്ട്, താഴെ ഉണ്ട്, നിങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കൊല്ലി ഹിൽസ് വീഡിയോയും പറ്റുമെങ്കിൽ കാണുക. ടോട്ടൽ ത്രോട്ട്സിന്റെ ജന്മവും ജനനവും ഒക്കെ ഏറെക്കുറെ ആ സമയത്ത് തന്നെയായിരുന്നു പറയാം. ആ സമയത്ത് ഞങ്ങള് മരണവും ഇല്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരണമല്ല, അത് എനിക്കൊന്ന് കോമയിലുള്ള ഒരു സാധനമാണ്. അത് ചത്തിട്ടുമില്ല, ജീവനോടെ ഇല്ല, ഇങ്ങനെ നിൽക്കുന്നു. ഇടയ്ക്കിങ്ങനെ കണ്ണ് ചെമ്പ് ഇങ്ങനെ, അത്രേ ഉള്ളൂ. മൊത്തം റിനോവേഷൻ വർക്ക് എടുക്കും. നമുക്ക് വേളാങ്കണ്ണി എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി വേളാങ്കണ്ണി ഇറങ്ങിയതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. നമ്മളപ്പം കരിഞ്ചേട്ടയുടെ സ്ഥലം മുട്ടടിക്കാൻ പോവാം.